അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം പാറ്റ പാർട്ടികൾ അടുത്ത സമരത്തിനെ കുറിച്ചുള്ള സൂചനകൾ നൽകിയിരിക്കുകയാണ്. പാറ്റ പാർട്ടികൾ ജന്തർ മന്ദറിൽ സമരത്തിന്റെ 2.0 നടത്താനുള്ള പദ്ധതിയാണ് ഇപ്പോൾ നടത്തുന്നത്. എന്താണെന്നല്ലേ, ഈ സ്കൂളുകൾ നവീകരിക്കുക എന്നതാണ് അവരുടെ പ്രധാന ഉദ്ദേശം. അതിനകത്ത് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ജൻ ആൽഫയെ ലക്ഷ്യമിട്ടുകൊണ്ട് ആൽഫയ്ക്ക് വേണ്ടിയിട്ടുള്ള സമരം, വിദ്യാർത്ഥികളുടെ സ്കൂളുകൾ നവീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പാറ്റ പാർട്ടികൾ ഇപ്പോൾ രംഗത്ത് വരുന്നത്. ഇതാണ് അവരുടെ ഉദ്ദേശം എന്നാണ് അവർ പറയുന്നത്. ഇതിനു വേണ്ടിയിട്ട് ജന്തർ മന്ദറിൽ സമരം നടത്താൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. ഇനിയാണ് നമ്മൾ പാറ്റകളെ കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യം. ശരിക്കും ഇവരുടെ ആദ്യത്തെ സമരം ജെൻസി പ്രക്ഷോഭം, ഈ ജെൻസി പ്രക്ഷോഭം നടത്തിയത് യഥാർത്ഥത്തിൽ ജെൻസി ആയിരുന്നില്ല. നമുക്ക് അറിയാവുന്ന പോലെ 90s-ലും 80s-ലും ഒക്കെ ജനിച്ച ആളുകളാണ് ആ പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചത്. ഏർലി 90s-ൽ ജനിച്ചവരും അതുപോലെ ലേറ്റ് 80s-ൽ ജനിച്ച അഭിജിത്തിനെ പോലെയുള്ള ആളുകളൊക്കെ. സോ ഇവരാണ് സമരം നടത്തിയത്. പക്ഷെ ജെൻസി സമരം എന്നത് അറിയപ്പെട്ടു. പക്ഷെ അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിലെ ഒരു മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം, അതുപോലെ തന്നെ നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾ അവസാനിപ്പിക്കണം, ചോദ്യ പേപ്പർ ചോർച്ച അവസാനിപ്പിക്കണം എന്നുള്ളതായിരുന്നു. കേന്ദ്ര സർക്കാർ സമരത്തിന് വഴങ്ങിയിട്ട് മന്ത്രി രാജിവെച്ചു. നീറ്റ് അടക്കമുള്ള വിഷയങ്ങളിൽ വളരെ ശക്തമായ സുരക്ഷകൾ കൊണ്ടുവന്ന് ചോദ്യ പേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ളവ തടയാൻ വേണ്ട നിയമമടക്കം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നു. എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെ ജാർഖണ്ഡ്, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ചോദ്യ പേപ്പർ ചോരിയാണ്. അതിൽ ജാർഖണ്ഡില് വലിയ പ്രക്ഷോഭം, നമ്മൾ ജന്തർ മന്ദറിൽ കണ്ടതിനേക്കാൾ കൂടുതൽ യുവാക്കളും വിദ്യാർത്ഥികളും പങ്കെടുക്കുന്ന പ്രക്ഷോഭമാണ് ജാർഖണ്ഡിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആർക്ക് വേണമെങ്കിലും അതിന്റെ ദൃശ്യങ്ങൾ പരിശോധിക്കാം. മറ്റേ CJP സമരത്തിൽ മെജോറിറ്റി വിഷ്വൽസ് നമ്മൾ കണ്ടത് ശരിക്കും AI ജനറേറ്റഡ് വിഷ്വൽസ് ആയിരുന്നു. വളരെ കുറച്ച് വിഷ്വൽസ് മാത്രമാണ് ജെന്യുവിൻ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് CJP അവസാനം ആ ലാത്തി ചാർജ് ആ ഒരു സമയത്താണ് കൂടുതൽ പാർട്ടിസിപ്പേഷൻ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുന്നത്. അതിന്റെ ഏർലി സ്റ്റേജിൽ വളരെ കുറച്ചു പേര് മാത്രമാണ് ആ സമരത്തിൽ ഉണ്ടായത്. എന്നാൽ ജാർഖണ്ഡിലെ സ്ഥിതി അങ്ങനെയല്ല. രാജ്യത്തൊട്ടാകെയുള്ള വിദ്യാർത്ഥികളും യുവാക്കളും ശക്തമായി സമരം ചെയ്യാണ്. അവിടെ CJPയിലുള്ള നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ? CJP ഒടുവിൽ നിവർത്തികെട്ട്, അതായത് അവിടെയുള്ളവർ CJPയുടെ പിന്തുണ നിരന്തരമായിട്ട് ചോദിച്ചു, നിവർത്തികെട്ട് CJP പിന്തുണ പ്രഖ്യാപിച്ചു. പക്ഷേ ജന്തർ മന്ദറിൽ കണ്ടതുപോലെ അഭിജിത്തിന്റെയും സൗരവിന്റെയും ഒന്നും നേതൃത്വത്തിലെ ഒരു മൂവ്മെന്റ് നമ്മൾ അവിടെ കാണുന്നില്ല. CJPയിലെ ചിലരുടെ സാമ്പത്തിക സോഴ്സിനെ കുറിച്ചും, വളരെ വിലപിടിപ്പുള്ള വീടിൽ താമസിക്കുന്നു, വളരെ വലിയ വാടക കൊടുക്കുന്നു, എന്നാൽ ജോലിയൊന്നുമില്ല, ലക്ഷറി ലൈഫാണ് നടത്തുന്നത്, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ നിങ്ങൾ ആദ്യം മോദിജിയുടെ അടുത്ത് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറയൂ എന്നാണ് CJPക്കാർ പറയുന്നത്. മോദിജിയുടെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് ഇതേപോലൊരു ചർച്ച പ്രതിപക്ഷം കൊണ്ടുവന്നപ്പോൾ അരുൺ ജെയ്റ്റ്ലിയുടെ നേതൃത്വത്തിൽ, അന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്, ഇപ്പോൾ അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രാജ്യത്തെ മുഴുവൻ മാധ്യമങ്ങളെയും ബോധ്യപ്പെടുത്തിയതാണ് മോദിജിയുടെ ഡിഗ്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം. എന്നാൽ ഇപ്പോൾ വീണ്ടും, അതായത് എന്താണോ ചോദിക്കുന്നത് അതിന് മറുപടി പറയാതെ മോദിജിയുടെ ഡിഗ്രി കാണിക്കൂ, മറ്റേ ജിയുടെ ഡിഗ്രി കാണിക്കൂ എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ രാജ്യത്തെ മുഴുവൻ മുഖ്യമന്ത്രിമാരുടെയും മുഴുവൻ മന്ത്രിമാരുടെയും MP-മാരുടെയും MLA-മാരുടെയും ഒക്കെ വിദ്യാഭ്യാസ യോഗ്യത കാണിക്കൂ എന്ന് CJP എന്തേ പറയാത്തത്? അത് പറയില്ല. നമ്മുടെ ടീമിൽപ്പെട്ടവരും അതിനകത്ത് പെടുന്നവർക്കറിയാം. സോ ഇവിടെ അവരുടെ ഡബിൾ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ്. CJP എന്ന് പറയുന്നത് ശരിക്കും ആന്റി BJP ഒരു മൂവ്മെന്റ് ആണ്. അപ്പൊ അവരുടെ പ്രധാന അജണ്ട BJP, മോദി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെയും BJP എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയെയുമാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ജാർഖണ്ഡിൽ ജന്തർ മന്ദറിൽ ഉണ്ടായ വികാര പ്രക്ഷോഭങ്ങൾ ഈ പറയുന്ന CJPക്ക് ഉണ്ടാവാത്തത്. പഞ്ചാബ് ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ്, ജാർഖണ്ഡ് ഭരിക്കുന്നത് INDA മുന്നണിയാണ്. ഇത് രണ്ടും CJPക്ക് താല്പര്യമുള്ള വിഷയമാണ്. അവിടെ രണ്ടിടത്തും പോയിട്ട് അവര് സമരം ചെയ്യില്ല. അപ്പൊ കേരളത്തിൽ PSCയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. എവിടെ CJP ഒരു ദിവസം വന്നോ? വരില്ല. സോ ഇവരുടെ അജണ്ട വളരെ ക്ലിയർ ആണ്. അപ്പൊ അടുത്ത് ഇനിയിപ്പോ അവര് പാവപ്പെട്ട കൊച്ചു പിള്ളേരെ ടാർഗറ്റ് ചെയ്യാണ്. ഈ ജൻ ആൽഫ സ്കൂളുകൾ, ശരിയാണ്, സ്കൂളുകൾ നവീകരിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. കേരളത്തിൽ LDF സർക്കാർ ഭരണത്തിലിരുന്ന സമയത്ത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പലയിടങ്ങളിലും നടത്തിയതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. LDFന്റെ കാലത്ത് ഒരുപാട് സ്കൂളുകൾ നവീകരിക്കുകയും വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് അത് മാറ്റുകയും ചെയ്തു. LDF ഭരിക്കുന്ന സമയത്താണ് അതുണ്ടായത്, കഴിഞ്ഞ ടേമിൽ. അപ്പോൾ ഇത് സംസ്ഥാനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, സ്കൂളുകളുടെ നവീകരണം. കേന്ദ്ര സർക്കാരിന്റെ സഹായവും സപ്പോർട്ടും വേണ്ട എന്നല്ല, തീർച്ചയായും വേണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ യോജിച്ചുള്ള പ്രവർത്തനത്തിലൂടെ മാത്രമേ നമുക്ക് സ്കൂളുകളെയൊക്കെ നവീകരിക്കാൻ പറ്റൂ. ഉത്തർപ്രദേശ് ഒരു 5-6 വർഷം മുമ്പൊക്കെ വളരെ ശോചനീയമായിരുന്നു അവിടുത്തെ ഒട്ടുമിക്ക സ്കൂളുകളും. പക്ഷേ വലിയ മാറ്റം ഉത്തർപ്രദേശിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും. ഇത് നമ്മൾ പറയുമ്പോൾ ഇന്ത്യയിൽ ഒട്ടാകെ ഈ മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല.
അത് വളരെ സ്ലോലിയാണ് ചിലയിടങ്ങളിൽ നടക്കുന്നത്, ചിലയിടങ്ങളിൽ വേഗത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ രാജ്യം വളരെ വലുതായതുകൊണ്ട് തന്നെ ചില സ്കൂളുകളുടെ നവീകരണങ്ങൾ വളരെ മികച്ച രീതിയിൽ നടക്കുന്നുണ്ട്, എന്നാൽ ചിലയിടങ്ങളിൽ കുഴപ്പമുണ്ട്. CJP ഉന്നയിക്കുന്ന കാര്യത്തിൽ പ്രസക്തിയുണ്ട്. പക്ഷെ അവരിവിടെ ടാർഗറ്റ് ചെയ്യുന്നത് ജെൻ ആൽഫയെ മുന്നിൽ നിർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. ഇതിനകത്ത് ആത്മാർത്ഥതയില്ല. സംസ്ഥാനങ്ങളുടെ കൂടി വിഷയമാണ് സ്കൂളുകൾ എന്ന് പറയുന്നത്. രാജ്യത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ബീഹാറിൽ BJP ഇപ്പോഴാണ് അധികാരത്തിലേക്ക് വരുന്നത്. ശരിക്കും നേരിട്ട് നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് ബീഹാർ ഇത്രയും കാലം മുന്നോട്ട് പോയത്. പല സന്ദർഭങ്ങളിലും BJP അതിന്റെ ഘടകകക്ഷി ആയിരുന്നെങ്കിലും മുഖ്യമന്ത്രിയൊക്കെ ഈ പറയുന്ന നിതീഷ് കുമാർ ആയിരുന്നു. ഇപ്പോഴാണ് BJP അത് നേരിട്ട് ഏറ്റെടുക്കുന്ന ഒരു നിലയിലോട്ട് എത്തുന്നത്. ഒഡീഷ ഈ അടുത്ത കാലത്താണ് BJP അധികാരത്തിൽ വന്നത്. അങ്ങനെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും ഈ അടുത്ത കാലത്താണ് BJP അധികാരത്തിൽ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ പലയിടങ്ങളിലും ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോ വെസ്റ്റ് ബംഗാളിന്റെ കാര്യം എടുക്കാം. അവിടെ എത്രയോ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ആദ്യമായിട്ട് BJP അധികാരത്തിൽ വരുന്നത്. ഇപ്പൊ പാറ്റകൾ വെസ്റ്റ് ബംഗാളിലേക്ക് പോയിട്ട് അവിടുത്തെ സ്കൂളുകളുടെ വീഡിയോ എടുത്ത് ചിത്രീകരിച്ചു കഴിഞ്ഞിട്ട് കണ്ടോ BJP ഭരിക്കുന്ന സംസ്ഥാനത്തിന്റെ സ്കൂളുകളുടെ അവസ്ഥ ഇതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്ത് യുക്തിയാണുള്ളത്? ഇത്രയും കാലം അവിടെ ഭരിച്ചത് മമതാ ബാനർജിയാണ്, അതിന് മുന്നേ അവിടെ ഭരിച്ചിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. സോ ഇപ്പോ ഒരു പാർട്ടി അധികാരത്തിൽ വന്ന ഉടനെ തന്നെ കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു സംസ്ഥാനത്തെ ആകെ മാറ്റിമറിക്കാനൊന്നും പറ്റില്ല, അതിന് ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ഇവിടെ BJP അല്ലെങ്കിൽ BJP ഭരണകൂടം മാത്രമാണ് പാർട്ടികളുടെ യഥാർത്ഥ ടാർഗറ്റ് എന്നാണ് വ്യക്തമാവുന്നത്. ശരിക്കും ഇവർക്ക് ജനങ്ങളുടെ ക്ഷേമത്തിനോ വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിനോ ഒന്നും ഒരു ആത്മാർത്ഥതയുമില്ല. പക്ഷെ അവർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസൺസ് വേണം. ഗവൺമെന്റിനെതിരെ ഫൈറ്റ് ചെയ്യുന്നതിന് റീസൺസ് വേണം. ആ റീസൺസ് ആണ് അവർ കണ്ടുപിടിക്കുന്നത്. ആദ്യം അവർ CJP ഉണ്ടാക്കുന്നത് ഒരു ജഡ്ജിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ട് CJP ഉണ്ടാക്കി. പക്ഷെ അവർ സമരം ചെയ്തത് ആ കാര്യം പറഞ്ഞുകൊണ്ടാണോ? അല്ല, അവരിങ്ങനെ കാത്തിരുന്നു എന്തെങ്കിലും ഒരു വിഷയം എടുക്കാം. അങ്ങനെ നോക്കിയപ്പോൾ അവർക്ക് കുഴപ്പമില്ലാതെ കിട്ടിയ ഒരു വിഷയമായിരുന്നു ചോദ്യപേപ്പർ ചോർച്ച. CJP വരുന്നതിന് മുമ്പ് തന്നെ ചോദ്യപേപ്പർ ചോർന്നിരുന്നു. അത് ഗവൺമെന്റ് ക്യാൻസൽ ചെയ്തു, എക്സാം പുനഃപരീക്ഷ നടത്തുന്നു, അതിന്റെ റിസൾട്ടും ഒക്കെ വന്നു. പക്ഷെ അവരെന്ത് ചെയ്തു? അവർക്കൊരു റീസൺ വേണമായിരുന്നു കേന്ദ്ര ഗവൺമെന്റിനെതിരെ. ഇവർ ആ റീസൺ കണ്ടുപിടിക്കുന്നു. ഉടനെ തന്നെ അവർ ആദ്യം തെരുവിലേക്ക് വരുന്നു. ആരുടെയും പാർട്ടിസിപ്പേഷൻ ഉണ്ടായില്ല അവിടെ. കാരണം വിദ്യാർത്ഥികൾക്ക് അതൊരു വിഷയമല്ലായിരുന്നു ആ സമയത്ത്. ലേറ്റ് ആയിട്ടാണ് CJP അവിടെ ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വരുന്നത്. സോ അവിടെ അത് നടന്നില്ല. അപ്പൊ ഇവരെന്ത് ചെയ്തു? അവിടെ ഇരുന്ന് ഇങ്ങനെ പലതരം ആളുകളെ കൂട്ടി, ഗ്രൂപ്പുകളെ കൂട്ടി, കർഷകരെ കൂട്ടുന്നു, അവരെ കൂട്ടുന്നു, ഇവരെ കൂട്ടുന്നു, ആം ആദ്മിയെ കൂട്ടുന്നു, സകലരെയും കൂട്ടിയിട്ട് ഒരു ആൾക്കൂട്ടമായി മാറിയിട്ട് ഉടനെ തന്നെ നമ്മുടെ ഒരു മന്ത്രിക്കെതിരായിട്ട് അതിനെ തിരിക്കുകയാണ്. അത് സക്സസ് ആയി, മന്ത്രി രാജിവെച്ചു, ശരിയാണ്. അടുത്തിനി അവർ നോക്കുന്നത് എങ്ങനെ ഇതേപോലത്തെ ഒരു വിഷയം കൊണ്ടുവരാം. അപ്പൊ അവർ നോക്കുമ്പോൾ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാവുമ്പോൾ ആള് കൂടാൻ എളുപ്പമാണ്. ഗവൺമെന്റിനും പോലീസിനും ഒക്കെ ഒരുപോലെ അതിനകത്ത് ഇടപെടുന്നതിനും പരിമിതികളുമുണ്ട്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് ജെൻ ആൽഫ, അതായത് ഈ നാട്ടിൽ ആരാണ് BJPക്കാര്, ആരാണ് കോൺഗ്രസ്സുകാര്, ആരാണ് ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാര്? ഇന്നത്തെ വിദ്യാർത്ഥികളാണ്. ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, ഇന്ന് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ, അവരാണ് നാളത്തെ രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളെ പിന്തുണയ്ക്കുന്നവരും അണികളും ഒക്കെ ആയിട്ട് മാറുന്നത്. സോ ഇവരാദ്യം CJP ടാർഗറ്റ് ചെയ്തത് എന്താണ്? ജെൻ സി എന്ന് പറയുന്ന രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു വിഭാഗം, ജെൻ ഇസഡ് വിഭാഗം അല്ലെ, അവരെയാണ് ടാർഗറ്റ് ചെയ്തത്. അതിനുശേഷം അടുത്ത് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് ജെൻ ആൽഫ. ജെൻ ആൽഫ എന്ന് പറയുന്നത് കൊച്ചു പിള്ളേരാണ്. അപ്പൊ ഇവരിപ്പോ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണ്. ഇവരെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. സോ ഇവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇവർക്ക് വേണ്ടിയിട്ട് എന്ന് തോന്നിപ്പിക്കുന്ന സമരം ചെയ്യാം. അപ്പൊ അവര് നോക്കുമ്പോൾ, കുട്ടികൾ നോക്കുമ്പോൾ ഈ ചേട്ടന്മാരെ സമരം ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനത്തെ രീതിയിൽ കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെല്ലുക. അതായത് വളർന്നു വരുന്ന തലമുറയെ, ജെൻ ആൽഫ, ജെൻ ഇസഡ് ഇങ്ങനെയുള്ള ജനറേഷൻസിനെ BJPക്ക് എതിരാക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു ലോങ് ടേം വിഷനോട് കൂടിയിട്ടുള്ള പദ്ധതിയാണ് പാറ്റകൾ നടപ്പിലാക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 2029 തെരഞ്ഞെടുപ്പ് ആവുമ്പോൾ ഇന്ന് വിദ്യാർത്ഥികളായിട്ടിരിക്കുന്ന പലരും എന്ത് ചെയ്യാണ്? വോട്ട് ചെയ്യാൻ പോവാണ്. ഉദാഹരണത്തിന് ഇന്ന് 15 വയസ്സുള്ള കുട്ടികൾ അല്ലെങ്കിൽ 16 വയസ്സുള്ള കുട്ടികൾ 2029 തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോവാണ്. നമ്മളിത് മനസ്സിലാക്കണം. സോ ഇത് ചെറിയ കളിയൊന്നുമല്ല. പാറ്റകൾ കളിക്കുന്നത് വലിയ കളിയാണ്. ഇതിന്റെ പുറകിൽ വലിയ ലക്ഷ്യങ്ങളുണ്ട്. 2029 ഇവരുടെ യഥാർത്ഥ ടാർഗറ്റ്. 2029 നരേന്ദ്രമോദി ഭരണകൂടത്തെ താഴെ ഇറക്കുക, BJP ഭരണം അവസാനിപ്പിക്കുക എന്നതാണ് ഇതിന്റെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം. അതിന് നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക്, അതാണ് അവരുടെ ടാർഗറ്റ്. നോക്കൂ, ഇവിടെ ഒരു 30-35 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് രാഷ്ട്രീയം നന്നായിട്ട് അറിയാം. പ്രത്യേകിച്ച് ഒരു 35 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് നന്നായിട്ട് രാഷ്ട്രീയം അറിയാം. അവർ ഈ നാട്ടിൽ ജീവിക്കുന്നവരാണ്. ഒരു 50 വയസ്സിന് മുകളിലുള്ളവർക്ക് നരേന്ദ്രമോദി വരുന്നതിന് മുമ്പുള്ള ഇന്ത്യയും ഇന്നത്തെ ഇന്ത്യയും നന്നായിട്ട് അറിയാം. ആ മാറ്റം തിരിച്ചറിയാം. അവരെ കൂടെ നിർത്തുക എന്ന് പറയുന്നത് എളുപ്പമല്ല.
എന്നാൽ ജെൻ ആൽഫ എന്ന് പറയുന്നത് 2010 ശേഷം 2024 മുമ്പൊക്കെ ജനിച്ച പിള്ളേരെയാണ് പറയുന്നത്. 2010 ശേഷം. സോ 2010 ജനിച്ച ഒരു കുട്ടി 2014 ആവുന്ന സമയത്ത് ആ കുട്ടിയുടെ പ്രായം 4 അപ്പൊ ഈ 2014 മോദി വരുന്ന സമയത്ത് ആ കുട്ടിയുടെ പ്രായം 4 വയസ്സ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് ആ കുട്ടി യഥാർത്ഥത്തിൽ അവന് തിരിച്ചറിവാവുന്ന തൊട്ട് കാണുന്നത് മോദി ഭരിക്കുന്ന ഇന്ത്യയാണ്. മോദി വരുന്നതിന് മുമ്പുള്ള ഒരു ഇന്ത്യയെ കുറിച്ച് ആ കുട്ടിക്ക് അറിയില്ല. ഇന്റർനെറ്റിന് 1 GB ഇന്റർനെറ്റിന് നമ്മളൊക്കെ 300 350 രൂപ കൊടുത്ത് റീചാർജ് ചെയ്ത കാലത്തെക്കുറിച്ച് അവൻ അറിയില്ല. അവൻ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയ സമയം തൊട്ട് സൗജന്യമാണ് ഇന്റർനെറ്റ്. അതല്ലെങ്കിൽ ഒരു മാസം 220 രൂപയോ 250 രൂപയോ കൊടുത്താൽ അൺലിമിറ്റഡ് ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥിതിയിലേക്ക് രാജ്യത്ത് മാറ്റമുണ്ടായി. ആ കുട്ടി കാണുമ്പോൾ ഏത് നാട്ടിൽ പോയാലും ഏത് ഗ്രാമത്തിൽ പോയാലും മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ പേയ്മെന്റ് ചെയ്യാം. UPI ഉപയോഗിച്ച് GPayയോ ഫോൺ പേയോ ഇതൊക്കെ കണ്ടു വളരുന്ന കുട്ടിയാണ്. അതേ സമയത്ത് ഈ ഡിജിറ്റൽ ട്രാൻസാക്ഷന്റെ കാര്യം പറഞ്ഞപ്പോൾ അതൊക്കെ എങ്ങനെ നടക്കാനാണ്? ഈ ഗ്രാമങ്ങളിലും പച്ചക്കറികളുടെ കടകളിലുമൊക്കെ ഈ മെഷീനും കൊണ്ട് പ്രായമായ ആളുകൾ 50 പൈസയും 1 രൂപയും പേയ്മെന്റിനായിട്ട് പോകുമോ എന്ന് ചോദിച്ചൊരു കേന്ദ്രമന്ത്രി 2014 മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന കാര്യമല്ലോ ഈ ആൽഫയിൽപ്പെട്ട കുട്ടിക്ക് അറിയില്ല. സോ ഈ രാജ്യത്തുണ്ടാവുന്ന ഡെവലപ്മെന്റ്സ് കണ്ടു വളരുന്ന കുട്ടികളാണ് ജെൻ ആൽഫ. ഇവരുടെ കാഴ്ചപ്പാടിൽ അവരിനി നോക്കുന്ന എന്താണ്? ചൈനയുമായിട്ട് കമ്പയർ ചെയ്യും ഇന്ത്യയെ. അവർ അമേരിക്കയുമായും യൂറോപ്പുമായും ജപ്പാനുമായും കമ്പയർ ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യ വളരെ പുറകിലായിട്ട് അവർക്ക് തോന്നും. സ്വാഭാവികമായും തോന്നും നമ്മുടെ രാജ്യം വളരെ പുറകിലാണ്. ഇതിനെല്ലാം കാരണം മോദിജി ആണെന്ന് പറയുന്ന പുതിയ നരേറ്റീവ് ഈ കുട്ടിയുടെ തലയിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായി അവൻ ഭരണമാറ്റം ആഗ്രഹിക്കുന്ന ഒരു യുവാവായിട്ടായിരിക്കും വളർന്നു വരാൻ പോകുന്നത്. നമ്മുടെ സ്കൂളുകളുടെ ഇന്നത്തെ അവസ്ഥയുടെ എല്ലാം കാരണം മോദി സർക്കാരാണെന്ന് അവന്റെ മനസ്സിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭരണകൂടത്തോടുള്ള അവന്റെ കാഴ്ചപ്പാട് എന്തായിരിക്കും? 2010 ജനിച്ച ഒരു കുട്ടി 2028 ആകുമ്പോൾ 18 വയസ്സ് തികഞ്ഞ വോട്ടവകാശമുള്ള ഒരാളാണ്. 2011 ജനിച്ച ഒരു കുട്ടി 2029 ആകുമ്പോൾ വോട്ടവകാശമുള്ള ഒരു യുവാവാണ്. സോ ജെൻ ആൽഫയിലേക്ക് ഇവർ പോകുന്നത് വെറുതെ അല്ല. അതുപോലെ 2029 തെരഞ്ഞെടുപ്പ് മാത്രമല്ല, BJP ഭരണത്തെ ഈ വരുന്ന അടുത്ത പതിറ്റാണ്ടിൽ എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ച് ഭരണമാറ്റം കൊണ്ടുവരിക എന്നൊരു ലോങ് ടേം വിഷനോട് കൂടിയിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അത് ഇവരുടെ ഒരു പാറ്റേൺ നോക്കിയാൽ അറിയാം. പാർട്ടികളുടെ പാറ്റേൺ നോക്കിയാൽ അറിയാം. കാരണം അവര് അടുത്ത തലമുറ വോട്ടേഴ്സിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. മാനിപ്പുലേറ്റ് ചെയ്യാൻ എളുപ്പം പറ്റുന്നത് വിദ്യാർത്ഥികളെയാണല്ലോ, അവരെയാണല്ലോ പറഞ്ഞ് പറ്റിക്കാൻ എളുപ്പം. അപ്പൊ ഈ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ഈ ഗ്യാപ്പിനെ മുതലെടുത്തുകൊണ്ട് വിദ്യാർത്ഥികളുടെ ഉള്ളിലേക്ക് അടക്കം കടന്നു കയറാനുള്ള ഒരു പാർട്ടികളുടെ ശ്രമമാണ് നമ്മൾ കാണുന്നത്. പാർട്ടികൾ മുന്നോട്ട് വെച്ച ആദ്യ സമരം പൂർണ്ണമായി വിജയിച്ചോ? അതായത് അവർ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരായിട്ടായിരുന്നു സമരം ചെയ്തത്. ഇപ്പോഴും ജാർഖണ്ഡിൽ ആ വിഷയം നിൽക്കുന്നു. കേരളത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്, പഞ്ചാബിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും പരിഹരിക്കപ്പെടാതെ നിൽക്കുമ്പോൾ അടുത്ത അവരുടെ ലക്ഷ്യം ജെൻ ആൽഫയാണ്. കാരണം അവരെ കേന്ദ്ര സർക്കാരിനെതിരെ തിരിക്കുക. നിങ്ങളുടെ സ്കൂളിന്റെ ഒക്കെ ഈ അവസ്ഥയുടെ കാരണം കേന്ദ്ര സർക്കാരാണെന്ന് വരുത്തി തീർക്കാം. നമുക്കറിയാം സ്കൂളുകളിൽ ചിലയിടങ്ങളിൽ പ്രശ്നമുണ്ട്, പക്ഷെ അത് സംസ്ഥാനവും കേന്ദ്രവും ചേർന്ന് പരിഹരിക്കേണ്ട വിഷയമാണ്. ഇന്ത്യയെ പോലത്തെ ഒരു വികസ്വര രാജ്യത്തിന് അത് എളുപ്പവുമല്ല. രാജ്യത്തൊട്ടാകെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് മാറ്റം കൊണ്ടുവരാൻ പറ്റില്ല. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഇന്നേ വരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങളാണ് കണക്കുകൾ മുൻനിർത്തി നമുക്ക് പറയാൻ പറ്റും മോദി ഭരണകാലത്ത് കണ്ടിട്ടുള്ളത്. റോഡ് വികസനമാണെങ്കിലും റെയിൽ വികസനമാണെങ്കിലും സ്കൂളുകളുടെ കാര്യമാണെങ്കിലും സകല മേഖലകളിലും നമുക്കത് വിത്ത് എവിഡൻസ് നമുക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഈ വസ്തുതകളെ മറച്ചു വെച്ചുകൊണ്ട് അടുത്തൊരു പ്രക്ഷോഭത്തിന് CJP തയ്യാറെടുക്കുമ്പോൾ ഇതിന്റെ അപകടം നമ്മൾ തിരിച്ചറിയണം. ഇത് മോദിക്കെതിരെ എന്നതിലുപരിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്തെ വിദ്യാർത്ഥികളെ, പുതിയ തലമുറയെ ബോധപൂർവം വഴിതെറ്റിക്കാനുള്ള ഒരു ശ്രമം ഇതിന്റെ പുറകിലുണ്ടോ എന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.